ആഗ്രഹിക്കുന്നവരിൽ നിന്നും അർഹമായ പരിഗണന ലഭിക്കുന്നത് എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെയൊക്കെ പരിഗണനയും സന്തോഷവും ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ 100% പരിഗണിക്കുക, ചേർത്ത് പിടിക്കുക. നേരുന്നു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൊൻപുലരി. ഇറ്റ്സ് മീ മുഹമ്മദ് ഷാറൂഖ്. ഭയക്കാതെ നേരിടാം. കനിക്കുള്ളിൽ നടക്കുന്ന പണികൾക്ക് നേതൃത്വം നൽകുകയാണ് മുതലാളി. പെട്ടെന്ന് പാറയും മണ്ണും ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. തലയ്ക്ക് മുകളിൽ ലോഹത്തകിട് ഉണ്ടായിരുന്നതുകൊണ്ട് മുതലാളിക്കൊന്നും പറ്റിയില്ല. പക്ഷേ വൈദ്യുതി നിലച്ച് കൂരിരുട്ടായപ്പോഴേക്കും അയാൾ ഭയന്നു വിറച്ചു. മരണം മുന്നിൽ കണ്ടു. രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എങ്കിലും അന്നു മുതൽ അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഇരമ്പൽ കേട്ട് രാത്രിയിൽ ഞെട്ടിയെഴുന്നേൽക്കും. ഭയം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ആഴ്ചകൾക്ക് ശേഷം അയാൾ കനിയിലെത്തി ലിഫ്റ്റ് ഓപ്പറേറ്ററോട് പറഞ്ഞു, എന്നെ ഏറ്റവും അടിയിലത്തെ നിലയിലേക്ക് ഇറക്കുക. അയാൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് വഴങ്ങി. താഴെ ഇറങ്ങി തിരിച്ചെത്തിയ അദ്ദേഹം ജോലിക്കാരനോട് പറഞ്ഞു, ഞാനൊരു പിശാചിനെ കൊന്നു. അതിൻ്റെ മൃതദേഹം ഏറ്റവും അടിത്തട്ടിലുണ്ട്. സുഹൃത്തുക്കളെ, ഭയന്നിരുന്നാൽ ഭയം മാറില്ല, അത് വർദ്ധിക്കും. എന്തിനെങ്കിലും ഭയന്നു തുടങ്ങിയാൽ പിന്നെ ആ ഭയത്തിനടിമയായ ജീവിതം അവസാനിപ്പിക്കാനാകും മിക്കവരുടെയും വിധി. യുക്തിരഹിത ചിന്തകളാണ് പലപ്പോഴും ആകുലതകൾക്ക് കാരണം. ഒരിക്കലുണ്ടായ ദുരന്തം ആവർത്തിക്കപ്പെട്ടേക്കാം. എല്ലാവരും പേടിക്കുന്നതിന് ഞാനും പേടിക്കണം. അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ അതിജീവിക്കും തുടങ്ങിയ ചിന്തകൾ ഭയത്തെ ഊട്ടിയുറപ്പിക്കും. തിരിച്ചറിയുക, അനുഭവിച്ച കാര്യങ്ങളെയല്ല പലരും ഭയപ്പെടുന്നത്, വന്നു ചേരാൻ സാധ്യതയുള്ള കാര്യങ്ങളെയാണ്. അകപ്പെടുന്ന ആപത്തുകളോട് 2 വിധത്തിൽ പ്രതികരിക്കാം. ചിലർ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സ്വന്തം കൂടുകളിലേക്ക് ഒതുങ്ങിക്കൂടും. ചിലർ സ്വയം പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് കരുത്താർജിക്കും. എന്തിനെങ്കിലും ഭയപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ പലതിനെയും ഭയക്കേണ്ടി വരും. ഒന്നിനെയും ഭയപ്പെടാത്തവനെ ഭയപ്പെടുത്താൻ ആരും തുനിയുകയില്ല. ഭയക്കുന്നതിനെ നേരിടുക എന്നതാണ് ഭയമില്ലാതാക്കാനുള്ള ഫലപ്രദ മാർഗം. പേടിയെ മറികടക്കാൻ ചില പടവുകൾ കയറണം. എന്തിനോടാണ് ഭയം എന്ന് തിരിച്ചറിയുകയാണ് ആദ്യം വേണ്ടത്. ഭയപ്പെടുന്നതിൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നതാണ് അടുത്ത പടി. അടുത്തിടപഴകി കഴിയുമ്പോൾ പലതും നിസ്സാരമായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയും. ഭയക്കാതെ നേരിടാം, നേട്ടങ്ങൾ കൈവരിക്കാം. ഏവർക്കും അതിന് സാധിക്കട്ടെ. നേരുന്നു ശുഭദിനം. സ്നേഹപൂർവ്വം മുഹമ്മദ് ഷാറൂഖ്. താങ്ക് യു സോ മച്ച്.